ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും എന്നിടയൻ. ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും എന്നിടയൻ. ജീവൻ വെടിഞ്ഞും പ്രാണൻ വെടിഞ്ഞും എന്നെ കാത്തിടും നല്ലിടയൻ. എന്നെ കാത്തിടും നല്ലിടയൻ. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് തരുന്നൊരു വചനം 134 സങ്കീർത്തനമാണ്. അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കീർത്തനങ്ങളിൽ ചെറിയ സങ്കീർത്തനങ്ങളിൽ ഒരു സങ്കീർത്തനമാണ് ഈ 134. എന്തിനായി സങ്കീർത്തനം എഴുതിയത്? സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവരെ ഓർപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. എല്ലാവരും മറന്നു പോകുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരെ. കാരണം പ്രാർത്ഥിക്കുന്നവരെപ്പോഴും പരസ്യമായ ഇടങ്ങളിലൊന്നും കാണാത്തവരാണ്. അവർ രഹസ്യമായ സ്ഥലങ്ങളിലാണ്. പക്ഷെ ആ രഹസ്യമായി പ്രാർത്ഥിക്കുന്നവരെ കണ്ടോണ്ട് പറയുകയാണ്, രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ ദാസന്മാരായുള്ളവരെ യഹോവ വാഴ്ത്തുവിൻ. എല്ലാവരും ഉറങ്ങുമ്പോൾ, എല്ലാവരും വിശ്രമിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരെ നിങ്ങൾ യഹോവയെ വാഴ്ത്ത്. ഇതൊരു പ്രിവിലേജാണ്, യഹോവയെ വാഴ്ത്ത്. സ്തോത്രം. എന്നിട്ട് പറയാണ്, ആകാശവും ഭൂമി ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ആരുമറിയാതെ ദേശത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, ആരുമറിയാതെ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി, ആരുമറിയാതെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നവരെ, ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം, നിങ്ങളെ അഭിനന്ദിക്കുന്നില്ലായിരിക്കാം, പക്ഷെ കാണുന്നൊരു ദൈവമുണ്ട്. കർത്താവ് പറയാണ്, നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥനക്കാരോടുള്ളൊരു ദൂതാണ്. എല്ലാവരും വിശ്രമിക്കുമ്പോഴും എല്ലാവരും ഉറങ്ങുമ്പോഴും ഇടിവിൽ നിൽക്കുന്നവരെ കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട് കേട്ടോ. കാരണം അവൻ ഉറങ്ങുന്നില്ലല്ലോ. ഉറങ്ങാത്ത ദൈവത്തിൻ്റെ അടുക്കൽ നിങ്ങളും ഉറങ്ങാതിരുന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ കർത്താവ് കാണുന്നുണ്ട്. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ പ്രതിഫലം എന്ന വണ്ണം ദൈവം അനുഗ്രഹിക്കും. ആരെങ്കിലുമൊക്കെ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അത്ഭുത വിഷയമായിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പിൻപിൽ ഒരു പ്രാർത്ഥനയുടെ കരമുണ്ട്. അനേകരെ പിടിച്ചു നിർത്തിയതും അനേകരെ ഉയർത്തിയതും രഹസ്യ പ്രാർത്ഥനകളാണ്. ആമേൻ. യേശു കർത്താവ് അതുകൊണ്ട് പറയുകയാണ്, നീ രഹസ്യത്തിൽ കാണുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടമായുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഒരു പ്രാർത്ഥനയുടെ ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരു കൂട്ടായ്മയുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ പേഴ്സണായിട്ടൊരു പ്രാർത്ഥന ജീവിതം ഉണ്ടായിരിക്കണം. ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിലാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തുറന്നു കാണിക്കാൻ പറ്റുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സകല ഹൃദയവും പറയാൻ പറ്റുന്നത്. അവിടെ നിങ്ങൾക്ക് ജയമെടുക്കാൻ പറ്റും. രാത്രിയാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങളെ പ്രാർത്ഥിക്കുവാൻ
ശക്തീകരിക്കുന്ന ദൈവദൂതന്മാർ നിങ്ങളുടെ അടുക്കൽ വരും. തട്ടി ഉണർത്തി പ്രാർത്ഥനയിലേക്ക് ദൈവം നയിക്കും. ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് നിങ്ങളുടെ മേൽ കർത്താവ് പകരുകയാണ്. യെസ്, അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം ചില വഴികൾ തുറക്കും. ഈ വചനം നിങ്ങൾക്ക് തന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇത് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയും. കർത്താവെ, പ്രാർത്ഥനയുടെ അഭിഷേകത്തെ ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവെ, പിതാവിൻ്റെ സന്നിധിയിൽ കർത്താവെ ഇടിവി നിൽപ്പാൻ, ദേശങ്ങൾക്കും കുടുംബങ്ങൾക്കും രാജ്യത്തിനും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കും. യേശുവെ, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന സിയോനിൽ നിന്നുള്ള സകലവിധമായ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയും. കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥനാ മനുഷ്യരാക്കി മാറ്റണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും പ്രാർത്ഥനാ മനുഷ്യരായി ഉണർവിനായി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. വൻ കാര്യങ്ങളെ ഇന്ന് പകൽക്കാലം അങ്ങ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമൃദ്ധിക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കരം കോർത്ത് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു സൗഖ്യമാകട്ടെ. അവർ രോഗത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. രോഗഭാരത്തിൽ നിന്നും ഭയത്തിൽ നിന്നും എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില ഭയങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഭയത്തിൽ നിന്ന് പുറത്തു വരട്ടെ. ഭയം ബാധിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ ഒതുങ്ങി നിൽക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു കൊണ്ടുവരട്ടെ. കഴിയത്തില്ലെന്ന് പറഞ്ഞ് പരാജയപ്പെട്ടവർ യേശുവിൻ്റെ നാമത്തിൽ ജയിക്കട്ടെ. ഇവരുടെ കുടുംബത്തിൽ അനുഗ്രഹവും സമൃദ്ധിയും നന്മകളും ഉണ്ടാകട്ടെ. ഇവർ ദൈവരാജ്യത്തിന് ഏറ്റവും പ്രയോജനപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സകല രോഗങ്ങളെയും ഭയങ്ങളെയും മാറ്റി അവരെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു. യേശുവിൻ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ചെലവഴിക്കുക. കർത്താവ് കൂടെയുണ്ട്. ശലോം.